ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഡിസൈനർ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലിൻസിയോസ്. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്രീ ട്രാൻസ്ഫോം ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ഫോട്ടോഷോപ്പിൽ എങ്ങനെയാണ് ഇമേജിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. ഇവിടെ ഞാനൊരു ബ്ലാങ്ക് ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡോക്യുമെൻറ്റിനകത്തേക്ക് നമുക്ക് ആദ്യം തന്നെ ഒരു ഇമേജിനെ പ്ലേസ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഫയലിൽ പോകുന്നുണ്ട്. ഇവിടെ ഫയലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലേസ് എന്ന് പറഞ്ഞ് മറ്റൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ ഒരു പ്ലേസ് ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഓപ്പൺ ആയിട്ടുള്ള ഈ ഒരു ഫോൾഡറിൽ നിന്ന് ഞാനൊരു ഇമേജിനെ ഇവിടേക്ക് പ്ലേസ് ചെയ്യുന്നുണ്ട്. ഇമേജ് സെലക്ട് ചെയ്ത് നമുക്ക് പ്ലേസ് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഇമേജ് പ്ലേസ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു ഇമേജിന് ചുറ്റുമായിട്ടൊരു സെലക്ഷൻ വന്നിരിക്കുന്നത്, അതായത് ഫ്രീ ട്രാൻസ്ഫോം എനേബിൾ ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു ഫ്രീ ട്രാൻസ്ഫോം എനേബിൾ ചെയ്താലാണ് നമുക്ക് ഇമേജിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. നമ്മൾ ഇമേജ് പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഫ്രീ ട്രാൻസ്ഫോം എനേബിൾ ആയിട്ടായിരിക്കും ഇരിക്കുക. ഇനി നമുക്ക് ഈ ഒരു ഫ്രീ ട്രാൻസ്ഫോം ഡിസേബിൾ ചെയ്യാനായിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യുകയോ അല്ലെങ്കിൽ മുകളിൽ കാണുന്ന ഈ ഒരു ടിക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് കമ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഫ്രീ ട്രാൻസ്ഫോം ഡിസേബിൾ ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ വീണ്ടും ഫ്രീ ട്രാൻസ്ഫോം ഇനേബിൾ ചെയ്യുന്നുണ്ട്. അതിനായിട്ട് നമുക്ക് എഡിറ്റിൽ പോകാം. എഡിറ്റിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഫ്രീ ട്രാൻസ്ഫോം എന്നുള്ള ഓപ്ഷൻ കാണാവുന്നതാണ്. ഇത് ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഫ്രീ ട്രാൻസ്ഫോം ഇനേബിൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഇമേജിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്, അതായത് ഞാൻ ഈ ഒരു ഇമേജിൻ്റെ സൈസ് ഒന്ന് റെഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഒരു കോർണറിൽ വന്നതിന് ശേഷം ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇമേജിൻ്റെ സൈസ് റെഡ്യൂസ് ആയിട്ടുണ്ട്. എന്നാൽ ഇത് പ്രൊപ്പോർഷനായിട്ടല്ല സൈസ് റെഡ്യൂസ് ആയിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഷിഫ്റ്റ് യൂടെ പ്രസ് ചെയ്യണം. ഞാൻ ഇതിനൊന്ന് അൺഡു ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഒരു കോർണറിൽ വന്നതിന് ശേഷം ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുകയാണ്. അതിനോടൊപ്പം തന്നെ ഷിഫ്റ്റ് യൂടെ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ഇമേജ് കറക്റ്റ് ആ ഒരു പ്രൊപ്പോർഷനിൽ തന്നെ സൈസ് റെഡ്യൂസ് ആവുന്നത് നിങ്ങൾക്ക് കാണാം. ഈ ഒരു ഇമേജിൻ്റെ ലെഫ്റ്റ് ബോട്ടം സൈഡിലേക്കുള്ള ഒരു പോയിന്റിലേക്കാണ് ഇമേജിൻ്റെ സൈസ് റെഡ്യൂസ് ആവുന്നത്. ഞാനിവിടെ ഇതിനെ അൺഡു ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഒരു ഡ്രാഗ് ചെയ്യുന്നതിനൊപ്പം ഷിഫ്റ്റ് ഓൾട്ട് കീയുടെ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു സെൻറ്റർ പോയിന്റിലേക്ക് ഇമേജിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ആവുന്നത് നിങ്ങൾക്ക് കാണാം. ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഷിഫ്റ്റ് ഓൾട്ട് കീയുടെ പ്രസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഈ ഒരു ഇമേജിൻ്റെ സൈസ് 4 വശത്തും ഒരുപോലെ തന്നെ റെഡ്യൂസ് ആവുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്തും 4 വശത്തും ഒരുപോലെ തന്നെയാണ് ഇൻക്രീസ് ആവുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ഫ്രീ ട്രാൻസ്ഫോം യൂസ് ചെയ്തുകൊണ്ട് ഇമേജിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു ഫ്രീ ട്രാൻസ്ഫോം ഇനേബിൾ ചെയ്യാനായിട്ടുള്ള ഷോർട്ട് കീ എന്ന് പറയുന്നത് Ctrl+T ആണ്. ഇപ്പോൾ ഇവിടെ ഒരു ഫ്രീ ട്രാൻസ്ഫോം ഇനേബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇമേജിൻ്റെയോ അല്ലെങ്കിൽ ടെക്സ്റ്റിൻ്റെയോ ഒക്കെ നിങ്ങൾക്ക് സൈസ് ഇതുപോലെ തന്നെ ഇൻക്രീസ് ചെയ്യാനും റെഡ്യൂസ് ചെയ്യാനും കഴിയുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ എല്ലാ ഡിസൈനർ സുഹൃത്തുക്കൾക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് കൂടി രേഖപ്പെടുത്തുക. ഒപ്പം ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി ഇനേബിൾ ചെയ്യുക.